യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് ദിനം ആഗോള കത്തോലിക്ക സഭ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാൾ ഇന്ന് സാഘോഷം ആഘോഷിക്കുകയാണ്. എല്ലാ തൊഴിലാളികൾക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ സ്നേഹത്തോടെ നേരുകയാണ്. പരിശുദ്ധ പിതാവ് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക ലേഖനമായ പാത്രിസ് കോദേ എന്ന അപ്പസ്തോലിക ലേഖനം വിത്ത് ഫാദേഴ്സ് ഹാർട്ട്, പിതാവിൻ്റെ ഹൃദയം എന്ന ആ മനോഹരമായ അപ്പസ്തോലിക ലേഖനത്തിലൂടെ യൗസേ പിതാവിനെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു പിതാവ്, 1000 അധ്യാപകരെക്കാൾ സ്നേഹമുള്ളൊരു പിതാവെന്നാണ് അദ്ദേഹം കുറിച്ച് വയ്ക്കുക. അത്രമാത്രം കരുതലും കർത്തവ്യബോധവും അർപ്പണവും ത്യാഗവും സമർപ്പണവും ഒക്കെയുള്ള ഒരു പിതാവായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. തൻ്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാനായിട്ട് വളരെയധികം ത്യാഗത്തോടെ പ്രവർത്തിച്ച അദ്ദേഹത്തെക്കുറിച്ച് 7 ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ 7 ഗുണങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പ്രതിപാദിക്കപ്പെടുന്നു. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ആദരിക്കുന്ന പിതാവ്. എല്ലാവരെയും ആദരിക്കുന്ന ഒരു പിതാവായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് പ്രതിപാദിക്കുക. രണ്ടാമത് പറയുക അലിവുള്ള പിതാവ്, കരുണയുള്ള സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുക അനുസരണയുള്ള പിതാവ്. ദൈവത്തിൻ്റെ തിരുഹിതം അത് എന്തു തന്നെ ആയാലും അനുസരിക്കുവാൻ തൻ്റെ ജീവിതം തന്നെ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു പിതാവെന്ന് പറയുക. നാലാമതായി പറയുക എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു പിതാവ്. ആരെയും മാറ്റിവെച്ചല്ല, സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ ഹിതമെന്താണോ, ദൈവം തന്നോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് പരിപൂർണമായിട്ടും അംഗീകരിക്കുന്ന ഒരു പിതാവിനെയാണ് യൗസേ പിതാവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അഞ്ചാമതായി അധ്വാനത്തിൻ്റെ മഹിമയെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം കൊണ്ട് കുടുംബത്തിന് വേണ്ടി കൃത്യമായിട്ടും അധ്വാനിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു യൗസേ പിതാവ്. തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി അത്ഭുതങ്ങളുടെ പിന്നാലെ പോയ ഒരു മനുഷ്യരല്ല, മറിച്ച് അധ്വാനം കൊണ്ട് കുടുംബത്തെ പുലർത്തിയ ഒരു പിതാവെന്നാണ് പാപ്പ പറയുക. ആറാമത് യൗസേ പിതാവിൻ്റെ ധൈര്യം. എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട്, അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ വളരെയധികം ത്യാഗത്തോടുകൂടെ പ്രയത്നിച്ച ഒരു പിതാവായിരുന്നു. 7 നിഴലായിരുന്ന ഒരു പിതാവ്. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് തൻ്റെ കുടുംബത്തെ പുലർത്തിക്കൊണ്ടുപോകുന്ന ഒരു പിതാവിനെ കുറിച്ചാണ് പറയുക. ഇന്ന് മെയ് ദിനമായിട്ട്, തൊഴിലാളികളുടെ ദിനമായിട്ട് ആചരിക്കുമ്പോൾ ഈ യൗസേ പിതാവിനുണ്ടായിരുന്ന 7 ഗുണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ഭാവുകളും ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.